മിനിയാന്ന് ഉച്ചയ്ക്ക് തിരുവനന്തപുരത്തുണ്ടായ ഒരു സംഭവം വളരെ കണ്ണു നനയിപ്പിക്കുന്ന ഒന്നായിരുന്നു. അതിൻ്റെ വീഡിയോകൾ ഞാൻ കണ്ടു, മാധ്യമങ്ങളിൽ വന്നത്, അതുപോലെ പത്രവാർത്തയും കണ്ടു. അന്ന് തന്നെ അത് മനസ്സിന് വളരെ വേദനയുണ്ടാക്കി. ഒരു 10 വയസ്സുകാരൻ ഗോവിന്ദ്, അവൻ പഠിക്കുന്നത് അവിടെ ഭാരതീയ വിദ്യാഭവനിലാണ്, തിരുവനന്തപുരത്ത്. 5ാം ക്ലാസ്സുകാരനാണ്. അപ്പോൾ അന്ന് അവന് ഉച്ചയ്ക്ക് വന്ന് സ്കൂൾ ബസ് ഇറങ്ങി. താമസിക്കുന്നത് അവിടെ നന്തൻകോടാണ്. ഒന്നിറങ്ങി ദേവസ്വം ബോർഡ് ജംഗ്ഷനിലാണ്, അതിനടുത്താണ് വീട്. അവിടെ വന്നിറങ്ങിയപ്പോൾ ആ കുഞ്ഞ് ആകെ അമ്പരന്ന് പോയി. വളരെ ഓമനത്വമുള്ള ഒരു കുഞ്ഞ് കേട്ടോ, അത് അമ്പരന്ന് പോയി. അമ്പരക്കാൻ കാരണമെന്ന് പറയുന്നത്, അവൻ്റെ വീട്ടിലേക്ക് പോകണമെങ്കിൽ അവൻ അവിടുന്ന് റോഡ് നേരെ എതിർവശത്ത് ഇട്ട് കടക്കണം. അപ്പോൾ നോക്കിയപ്പോൾ അവിടെ ഒരു വലിയ മതിൽക്കെട്ട് പോലെ പോലീസുകാർ തീർത്ത് വെച്ചേക്കാണ്, പുതിയൊരു മതിൽക്കെട്ട്. കാരണം എന്താ, അവർ ഒരു കലാപരിപാടി ഉണ്ടല്ലോ, ഈ സമരം നടത്തുന്നവന്മാർ എന്നിട്ട് ഇതേപോലെ വലിയ ഇരുമ്പിൻ്റെ അത് അങ്ങോട്ട് അവർ പോലീസുകാർ നിരത്തി വെക്കും, എവിടെയെങ്കിലും തടയാൻ വേണ്ടി നിരത്തി വെക്കും. അത് കിട്ട് വലിക്കുക, അതിൻ്റെ മേളിൽ കയറുക. അങ്ങനെ ഒരു സർക്കസാണ് ഇന്നത്തെ സമരമുറയെന്ന് പറയുന്നത്. ഇപ്പോൾ അതാണ്. അതിൽ കയറുക, അതിനകത്തുനിന്ന് ഉടനെ പോലീസുകാർ ഈ അഴുക്കുവെള്ളം, ഓടയിലെ അഴുക്കുവെള്ളം ഉണ്ടല്ലോ, അത് നിറച്ച് കൊണ്ടുവന്ന് ശരിയാക്കി കൊണ്ടുവന്ന് യവന്മാരെ അടിച്ച് പറത്താനായിട്ട് നോക്കും. എല്ലാത്തിനെയും കുളിപ്പിക്കും. അതിൽ നിന്ന് കുളിച്ചുകൊണ്ട് വീണ്ടും ഈ ഇതിൽ കയറും കേട്ടോ. അവർ ബാരിക്കേഡാണ് ഈ തീർക്കുന്നത്. ഈ ബാരിക്കേഡ് മറിക്കുക എന്നുള്ളതാണ് സമരക്കാർ പരിശ്രമിക്കുന്നത്. വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അതങ്ങനെ അത്രയും പെട്ടെന്ന് തള്ളിയിടാൻ പറ്റുന്ന ഒരു സാധനമല്ല. അപ്പോൾ അത് തള്ളിയിടാനും അതിൻ്റെ മുകളിൽ കൂടെ കയറി ഇറങ്ങാനും ഒക്കെ ഉമ്മാർ പരിശ്രമിക്കും. അതാണ് ഇന്നത്തെ സമരം. ഞാൻ പറഞ്ഞ ഇതാ നമ്മൾ റോഡ് തെരുവിൽ കാണുന്നത്. പോലീസുകാരുടെ കഷ്ടപ്പാട് നമ്മൾ കണ്ടറിഞ്ഞേ പറ്റുള്ളൂ. കാരണം ഈ ബാരിക്കേഡും ഒക്കെ തീർത്തിട്ട് അത് മറിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടി അവർ അത് പരിശ്രമിക്കണം, തള്ളണം. ഇതിൻ്റെ ഇടയിൽ കയറിയിട്ട് അവരെ ഇന്ന് വടി പിടിച്ച് പറിക്കുക, എല്ലാ പണികളും ഇവന്മാർ ചെയ്യും. അപ്പോൾ ഇവർ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഈ ശുദ്ധേലമാണെന്നല്ല ഓരോരുത്തരുടെ ധാരണ. ശുദ്ധേല എവിടുന്ന് എടുക്കുന്നതെന്നറിയോ? ഓടയെന്ന് പമ്പ് ചെയ്ത് നേരെ അകത്തോട്ട് കയറ്റിയിട്ട് ആ ഓടയിലെ എല്ലാ മലിനജലമാണ്. ഇതാണ് ഈ അടിച്ച് യവന്മാരെല്ലാം കുളിപ്പിക്കുന്നത്. അല്ലാതെ വാട്ടർ അതോറിറ്റിയുടെ ശുദ്ധജലം, കുടിക്കാനുള്ള ജലം യവന്മാരെ കുളിപ്പിക്കാനായിട്ട് പോലീസുകാർ എടുക്കുമോ? ഇല്ലല്ലോ. അത് വിചാരിക്കാനേ പറ്റുകയല്ല. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ കുളിക്കാൻ പോകുന്നവന്മാരൊന്ന് ആലോചിക്കണം, ഈ ദേഹത്ത് വീഴുന്നത് അത്രത്തോളം പവിത്രമായ ജലമാണ് എന്നുള്ള ഒന്ന് തിരിച്ചറിയണം. ഒന്ന്. അപ്പം ഞാൻ ഈ ഗോവിന്ദ കുഞ്ഞിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്, അവന് മറികടന്ന് റോഡിൻ്റെ അപ്പുറത്ത് ബാരിക്കേഡ് കിടന്ന് അപ്പുറത്ത് പോകണം. അവൻ നേരെ അവിടെ ചെന്ന് ബാരിക്കേഡിനടുത്ത് നിന്ന് എന്താപ്പോൾ പോലീസുകാരെല്ലാം അവിടെ നിന്ന് പോകുന്നുണ്ട്. അവൻ ആകെ അമ്പരന്ന് നിൽക്കുക. എന്നിട്ട് അവൻ പറഞ്ഞ്, എനിക്ക് അപ്പുറത്തോട്ട് പോകണം. അങ്ങനെ പോകാൻ പറ്റത്തില്ല, സമരം കഴിഞ്ഞ് ഈ ബാരിക്കേഡ് മാറ്റിയാലേ പോകാൻ പറ്റൂ. ഈ കുഞ്ഞ് വിഷമിച്ച് അവൻ പറഞ്ഞ്, എനിക്ക് വിശക്കുന്നു, എനിക്ക് ചോറ് വേണം. അവൻ്റെ ആവശ്യം ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. ഒരു 10 വയസ്സുകാരൻ്റെ ആവശ്യമാണ്. അവന് വയറ് വിശക്കുന്നു, അവന് അതിഭയങ്കരമായ വിശപ്പ്. അവന് ചോറ് വേണം. അതുകൊണ്ട് എന്നെ അപ്പുറത്താക്കിത്താ. യവന്മാരെല്ലാം കൂടെ വിചാരിച്ചാൽ ഈ കുഞ്ഞിനെ എടുത്ത് അപ്പുറത്ത് വെച്ചു കൊടുക്കാൻ പറ്റാത്തതൊന്നും അല്ലല്ലോ. ഒന്നുമില്ല. അവസാനം നമ്മൾ കാണുന്നത് എന്താണെന്നറിയോ? യവനെ ഒരുപാട് നേരം അവിടെ നിന്നിട്ട് ഈ എതിർവശത്ത് തണലത്തോട്ട് മാറി ഇങ്ങനെ നിന്ന് കേട്ടോ. നിന്ന് കഴിഞ്ഞിട്ടും അവൻ ആകെപ്പാടെ അങ്ങ് വെപ്രാളം, വലിയ അവശത എന്ന് പറഞ്ഞാൽ അവന് വിശക്കുന്ന കുഞ്ഞിന് ആഹാരം കഴിക്കണം. അവൻ്റെ ന്യായമായ ആവശ്യമാണ് ഒരു കുഞ്ഞിൻ്റെ. അപ്പോൾ എന്നിട്ട് അവനെ കുപ്പിയിൽ നിന്ന് ഉള്ള വെള്ളം ഉണ്ടല്ലോ, അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാഗിൽ കുപ്പിയിലെ വെള്ളം എടുത്തിട്ട് ആ മുഖത്തേക്ക് ഒഴിക്കുന്നു. കാരണം അത്രത്തോളം ചൂടാണ്, അത്ര ചൂടാണ് തെരുവിൽ. അവിടെ ഈ ക്ലിഫ് ഹൗസ് ഉള്ളതാണല്ലോ ഈ പ്രശ്നം. ക്ലിഫ് ഹൗസിലോട്ട് ചെന്ന് കയറണമെന്നുണ്ടെങ്കിൽ അതിനോട്ട് അവിടെ സമരമെല്ലാം അവിടോട്ട് കേന്ദ്രീകരിക്കും. BJPക്കാർ പ്രഖ്യാപിച്ച സമരമാണ്. ഏതെന്നറിയോ? ഈ ശബരിമലയിൽ ഈ സ്വർണ്ണ വിവാദം, സ്വർണം മോഷണം ഉണ്ടല്ലോ, ഈ അമ്പലക്കള്ളന്മാരുടെ.
അമ്പലം വിഴുങ്ങളുടെ അവന്മാരെ എടുത്തുകൊണ്ട് പോയ സ്വർണത്തിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യമാണ്. അത് ഏതായാലും അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ദേവസ്വം ബോർഡുകാരും ഇവരും എല്ലാം കൂടെ കാലാകാലങ്ങളിൽ കഴിഞ്ഞ 2019 മുതലാണ്, അതിന് മുമ്പേ ഇത് ഇഷ്ടം മാതിരി ഉണ്ട്, എന്നാലും റിപ്പോർട്ട് ചെയ്ത് വരുന്നത് ഈ സ്വർണ്ണപ്പാളി പോയത് 2019 ആ സ്വർണ്ണപ്പാളി ചെമ്പ് പാളിയായിട്ടങ്ങ് മാറി. അത് നമ്മൾ കാണുന്ന വലിയ അതിശയം കേട്ടോ. സ്വർണം ചെമ്പായിട്ട് 2019 വരെ അത് സ്വർണ്ണമായിരുന്നു. 2019 ആയപ്പം ഈ സ്വർണ്ണപ്പാളി നേരെ ചെമ്പ് പാളിയായിട്ട് മാറി. അപ്പം ആ ചെമ്പ് പാളി ഇളക്കി കൊണ്ടുപോകാൻ ഒരുത്തം വന്നു. അത് അവൻ കൊണ്ടുപോയി റെഡിയാക്കിക്കൊള്ളാമെന്ന് അപ്പോഴേ കൊടുത്തു അവന് കേട്ടോ, കൈ കൊടുത്തു. അതിൻ്റെ സമരമാണ് അത്. അവർ ഈ സമരം 10 മണിക്ക് പ്രഖ്യാപിച്ചെങ്കിലും 12 മണിയായിട്ടും അവന്മാർ വന്നില്ല ഈ സമരക്കാർ. ഈ കുഞ്ഞ് വിശന്ന് വലഞ്ഞ് ആ റോഡ് സൈഡിൽ നിൽക്കുകയാണ്. അപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥ വന്ന് അതിനെ തോളെ തട്ടി ആശ്വസിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാം. പത്രത്തിലെ പടത്തിൽ നിന്നല്ല നമുക്കത് കാണാൻ പറ്റും. അന്നേരം അവരുടെ അടുത്തൊക്കെ അവൻ റിപ്പീറ്റ് ചെയ്യുന്നതിനെ അപ്പുറത്താക്കിത്താ, എനിക്ക് വിശക്കുന്നു, എനിക്ക് ചോറ് വേണം. നമ്മളൊന്ന് ആലോചിക്കണം, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നുണ്ടല്ലോ, റൈറ്റ് ടു ലൈഫാണ്. ആ റൈറ്റ് ടു ഡീസൻറ്റ് ലൈഫ്, ഡിഗ്നിഫൈഡ് ലൈഫാണ് ആ പറയുന്ന ആർട്ടിക്കിൾ 21. ഒരു കുഞ്ഞിന് ചോറ് വേണം, അവൻ ആഹാരം കഴിക്കാൻ, ഒരു പൗരനും ആർക്കോ ആയിക്കോട്ടെ, എല്ലാ വ്യക്തിക്കും ആഹാരം കഴിക്കാനുള്ള അവകാശമുണ്ട്. അത് നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ അത് തടസ്സപ്പെടുത്താനോ പാടില്ല എന്നുള്ളതാണ്. കാരണം ഭരണഘടനയിലെ ഏറ്റവും വലിയ മൗലികാവകാശമാണ് ആർട്ടിക്കിൾ 21. അപ്പോൾ ആ കുഞ്ഞിൻ്റെ ആവശ്യം അതാണ്, അവനും ജീവിച്ചിരിക്കണ്ടേ. അത് പ്രത്യേകിച്ച് കുഞ്ഞാണ്. ഒന്ന് ആലോചിക്കണം, ആ കുഞ്ഞിന് അവൻ ആ സമയത്ത് ആഹാരം കഴിക്കണം, ഇല്ലെങ്കിൽ അവന് നിൽക്കാൻ പറ്റുന്നില്ല. അതാണ് അവൻ്റെ പ്രശ്നം. അത്ര വിവിധതയാണ്. ആ മുഖം കണ്ട്, ആ കുഞ്ഞിൻ്റെ പെരുമാറ്റം കണ്ട് ആകെ അങ്ങ് വിഷമിച്ച്. കാരണം ഒന്നാമത് എനിക്ക് അതിനകത്തൊരു വിഷമം തോന്നാൻ കാരണം എൻ്റെ 3ാമത്തെ കൊച്ചുമോൻ്റെ രൂപം അത് തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല ഇത് കണ്ടിട്ട്. ആദ്യം അവനാണോ യൂണിഫോം, അവനും ഭാരതീയ വിദ്യാഭവനിലാണ് പഠിക്കുന്നത്, അവനെ എൻ്റെ യൂണിഫോം കണ്ടപ്പോൾ ഇവൻ തന്നെ ആണോ എന്ന് പോലും ഞങ്ങൾ സംശയിച്ചു പോയി ആദ്യം. ആ രീതിയിലാണ്. പക്ഷേ പോലീസ് എനിക്ക് ചോദിക്കാൻ ഒരൊറ്റ കാര്യമുള്ളൂ, ആ കുഞ്ഞ് വിശക്കുന്നെന്നാണ് പറഞ്ഞത്. അവൻ്റെ ഈ ആഹാരം അവൻ ചോറാ ചോദിക്കുന്നെങ്കിൽ പോലും ചോറ് തന്നെ കൊടുക്കണമെന്നില്ല. ആ കടകളിലൊക്കെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പഴമെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ ഈ പോലീസുകാരെന്ന് പറയുന്ന ദ്രോഹികൾക്ക് ഇപ്പം കഴിഞ്ഞില്ലല്ലോ. നിങ്ങൾക്ക് ബാരിക്കേഡ് വെച്ച് തടയാൻ പറ്റുമല്ലോ. ഈ കുഞ്ഞിനെ അപ്പുറത്ത് കടത്തി വിട്ടാൽ എന്താ സംഭവിക്കും? അന്നേരം അവിടെ സമരക്കാരൊന്നും വന്നിട്ടില്ല. അപ്പോൾ സമരം തീരാതെ പോകാൻ പറ്റിയല്ലെന്ന് കുഞ്ഞിൻ്റെ അടുത്ത് പറയുക. അവൻ്റെ വിശപ്പിനോട് അത് പറഞ്ഞാൽ മനസ്സിലാവുമോ അവൻ്റെ വിശപ്പ് മാറുമോ ഇത് പറഞ്ഞാൽ? ഒരിക്കലും ഇല്ലല്ലോ. അവന് ജീവിച്ചിരിക്കാനുള്ള അവകാശമില്ലേ? അവൻ ആഹാരം കഴിക്കാനുള്ള ഏറ്റവും വലിയ മൗലികാവകാശമില്ലേ? അതാണ് നിങ്ങളെല്ലാം കൂടെ തടഞ്ഞത്. അവിടെ ഈ സമരം പ്രഖ്യാപിച്ച BJP-ക്കാർ ഒന്ന്, രണ്ടാമത്തത് ഈ പോലീസുകാർ അവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഈ കുഞ്ഞിന് ഒരു പഴമെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ ഉള്ള ഒരു മനസാക്ഷി വന്നില്ലല്ലോ. നിങ്ങളൊക്കെ മക്കളുള്ളവരല്ലേ, ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? കണ്ട് വളരെ സങ്കടം വന്നത് കേട്ടോ. അത് കണ്ണ് നനഞ്ഞുപോയി ആ കുഞ്ഞിൻ്റെ ആവശ്യം കേട്ടപ്പോൾ. അവൻ പറഞ്ഞ എനിക്ക് വേറൊന്നും പറഞ്ഞില്ല, എനിക്ക് വിശക്കുന്നു, എനിക്ക് ചോറ് വേണം. അവൻ്റെ ആവശ്യമാണ് അവൻ പറഞ്ഞത്. അവന് ചോറ് കൊടുത്തില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആഹാരം അവന് കൊടുക്കാൻ, നല്ല രീതിയിലുള്ളത് കൊടുക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ലല്ലോ പോലീസുകാർക്ക്. നിങ്ങളൊക്കെ പോലീസ് ഉദ്യോഗസ്ഥരാണോ? നിങ്ങളൊക്കെ ഇന്ത്യൻ പൗരന്മാരാണോ? നിങ്ങൾ ഭരണഘടനയെ വിശ്വസിക്കുന്നവരാണോ? ആണെങ്കിൽ നിങ്ങൾ ഈ കുഞ്ഞിൻ്റെ വിശപ്പ് മാറ്റണമായിരുന്നു. അത് ചെയ്യാതിരുന്നത് ഏറ്റവും വലിയ തെറ്റ്.